ശരി, നിതിൻ തുടരുക. മറ്റൊരു വാർത്തയുടെ വിശദാംശങ്ങൾ കൂടി തരേണ്ടതുണ്ട്. ഇ ഡി ഉദ്യോഗസ്ഥൻ പ്രതിയായ കൈക്കൂലി കേസിൽ ഇ ഡി അസിസ്റ്റന്റ് ഡയറക്ടർ ശേഖർ കുമാറിനെതിരായ നിർണായക തെളിവുകൾ വിജിലൻസിന്. പ്രതി രഞ്ജിത്ത് വാര്യരുമായി ശേഖർ കുമാർ നടത്തിയ സംഭാഷണം കണ്ടെടുത്തു. പ്രത്യേക ആപ്പ് ഉപയോഗിച്ചായിരുന്നു ഇരുവരും തമ്മിലുള്ള സംഭാഷണം. രഞ്ജിത്ത് വാര്യരുടെ ഫോണിന്റെ ഫോറൻസിക് പരിശോധനയിലാണ് തെളിവ് ലഭിച്ചത്. ശേഖർ കുമാറിന് അന്വേഷണ സംഘം ഉടൻ നോട്ടീസ് അയക്കും. നിതിൻ സേവ്യർ തുടരുന്നുണ്ട്. നിതിൻ, വളരെ ശക്തമായ തെളിവുകൾ കണ്ടെടുത്തു എന്നുള്ള അവകാശവാദങ്ങളാണോ ഇപ്പോഴുള്ളത്? തീർച്ചയായും കഴിഞ്ഞ ദിവസം ഈ ഇ ഡി ഉദ്യോഗസ്ഥൻ പ്രതിയായ കൈക്കൂലി കേസിൽ ഒന്നാം പ്രതിയായ ഇ ഡി ഉദ്യോഗസ്ഥൻ ശേഖർ കുമാറിന് ഹൈക്കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചിരുന്നു. രണ്ടാഴ്ചയ്ക്കുള്ളിൽ അന്വേഷണ സംഘത്തിന് മുമ്പിലെത്തി ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്നാണ് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത്. ഇയാളെ ചോദ്യം ചെയ്യാൻ വിജിലൻസ് ഒരുങ്ങുന്നതിന് മുൻപാണ് ഇത്തരത്തിൽ നിർണായകമായ ചില തെളിവുകൾ വിജിലൻസിൽ ലഭിക്കുന്നത്. കഴിഞ്ഞ ഒരു മാസത്തിലേറെയായി വിജിലൻസ് ഈ കേസുമായി ബന്ധപ്പെട്ട് വളരെ വലിയ അന്വേഷണത്തിലായിരുന്നു. ലക്ഷക്കണക്കിന് ഫോൺ കോളുകളാണ് ഇവർ ടാപ്പ് ചെയ്തത്. ഒപ്പം തന്നെ ഇവരുടെ മൊബൈൽ ഫോണിലെ ഫോറൻസിക് പരിശോധനകളും പൂർത്തിയാക്കിയിരുന്നു. ഈ രഞ്ജിത്ത് വാര്യറിന്റെ മൂന്നാം പ്രതിയായ രഞ്ജിത്ത് വാര്യറിന്റെ മൊബൈലിൽ നടത്തിയ പരിശോധനയിലാണ് ഇത്തരത്തിൽ നിർണായകമായ വിവരങ്ങൾ ലഭിക്കുന്നത്. അതായത് പ്രതി രഞ്ജിത്ത് വാര്യരുമായി ഒന്നാം പ്രതി ഇ ഡി ഉദ്യോഗസ്ഥൻ ശേഖർ കുമാർ നടത്തിയ സംഭാഷണത്തിന്റെ തെളിവുകളാണ് നിലവിൽ വിജിലൻസിന് ലഭിച്ചിട്ടുള്ളത്. പ്രത്യേക ആപ്പ് ഉപയോഗിച്ചായിരുന്നു ഇവരും തമ്മിലുള്ള സംഭാഷണമെന്ന് വിജിലൻസ് കണ്ടെത്തിയിട്ടുണ്ട്. രഞ്ജിത്ത് വാര്യരുടെ മൊബൈൽ ഫോണ് ഫോറൻസിക് പരിശോധന നടത്തിയപ്പോഴാണ് ഇത്തരത്തിൽ തെളിവ് ലഭിച്ചത്. ശേഖർ കുമാറിനെ ചോദ്യം ചെയ്യാനുള്ള വിജിലൻസ് നീക്കത്തിന് ഇടയിലാണ് ഇത്തരത്തിൽ പുതിയ തെളിവുകൾ. രണ്ടാഴ്ചയ്ക്കുള്ളിൽ തന്നെ ശേഖർ കുമാർ അന്വേഷണ സംഘത്തിന് മുമ്പിൽ ഹാജരാക്കേണ്ടതുണ്ട്. അതിനു മുമ്പ് തന്നെ നോട്ടീസ് നൽകി അദ്ദേഹത്തെ വിളിച്ചു വരുത്താനാണ് നിലവിൽ വിജിലൻസ് തീരുമാനിച്ചിരിക്കുന്നത്. നിലവിൽ മറ്റു 3 പ്രതികളും ജാമ്യത്തിലാണ്. ഇവരെയും വീണ്ടും ചോദ്യം ചെയ്ത് നടക്കുമുള്ള കാര്യങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ നോട്ടീസ് നൽകി വിളിച്ചു വരുത്താനാണ് നിലവിൽ വിജിലൻസ് തീരുമാനിച്ചിരിക്കുന്നത്. ജിൽസി. ശരി, നിതിൻ